പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 72 അതിന്റെ 8 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ. മരുഭൂമിയിൽ വസിക്കുന്നവർ അവന്റെ മുമ്പിൽ വണങ്ങട്ടെ. അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. തർശീശിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ. സെബയിലെയും രാജാക്കന്മാർ തപ്പം കൊടുക്കട്ടെ. സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ. സകല ജാതികളും അവനെ സേവിക്കട്ടെ. അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ എന്ന വചനം. അതാണ് ശലോമോൻ രാജാവ് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നത്. തൻ്റെ പിതാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമക്കളെ, കുടുംബത്തിൽ നയിക്കുന്ന ഒരാള് നന്നായിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവര് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും കൂടി ആണെങ്കിൽ എത്ര അനുഗ്രഹമായിരിക്കും. അപ്പന് വേണ്ടി ഇതാ മകൻ ഇവിടെ യാചിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, അവിടുത്തെ നാമ മഹത്വത്തിന് വേണ്ടി തൻ്റെ മകൻ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിച്ച് ഇറങ്ങിയ കർത്താവിൻ്റെ ശുശ്രൂഷക്കാർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെയൊക്കെ കരുതുകയും ചെയ്യുവാൻ ദൈവം ഒരുക്കട്ടെ. ഭവനത്തിലുള്ളവരും കരുതുന്ന ഒരു അനുഭവം കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും മനോഹരമാണ്. ഇങ്ങനൊരു വലിയ പ്രാർത്ഥന തൻ്റെ മകൻ ദൈവസന്നിധി വെക്കുകയാണ്. ആമേൻ. ദാവീദ് രാജാവിൻ്റെ ഭരണം ഏറ്റവും മനോഹരമാക്കേണ്ടതിന് അപ്പന് വേണ്ടി മകൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയും കൂടി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ. മരുഭൂമിയിൽ വസിക്കുന്നവർ അവന്റെ മുമ്പിൽ വണങ്ങട്ടെ. അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. തർശീശിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ. സെബയിലെയും രാജാക്കന്മാർ കപ്പം കൊടുക്കട്ടെ. സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ. സകല ജാതികളും അവനെ സേവിക്കട്ടെ. വളരെ മനോഹരമായ ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നമുക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, യേശു കർത്താവിൻ്റെ സന്നിധിയിൽ വിളി കേട്ടിറങ്ങിയവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് പറ്റിയാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കരുതലും ദൈവത്തിന് പ്രസാദകരമായ ഒരു ശുശ്രൂഷയുമാണ്. ആമേൻ. ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന അതെല്ലാവർക്കും ഉണ്ടാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, ഹല്ലേലൂയ. ശലോമോൻ രാജാവ് ഈ സങ്കീർത്തന ഭാഗത്തിലൂടെ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പിതാവിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നൊരു അപേക്ഷ ദൈവസന്നിധി വയ്ക്കുമ്പോൾ, കർത്താവെ, ഈ ശുശ്രൂഷ എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹത്തിനിടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശു കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കും കർത്താവെ, ശുശ്രൂഷക്കാരോടൊപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ചേർന്നെടുപ്പാൻ ദൈവം അവിടെ ഇടയാക്കണമേ. കർത്താവേ, സ്തോത്രം. ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുന്നവർ ഏറ്റവും അധികം ഒരുപാട് കഷ്ടങ്ങളുടെയും കർത്താവെ പ്രയാസങ്ങളുടെയൊക്കെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ കൂടെ നിൽക്കുന്നവരുടെ കരുതൽ എത്രയോ അനുഗ്രഹമാകുന്നപ്പാ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണേ. സഭാ ശുശ്രൂഷക്കാരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണേ. ഈ പ്രാർത്ഥന കർത്താവെ അവിടുന്ന് സ്വീകരിക്കണമേ. എല്ലാ ശുശ്രൂഷക്കാർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നപ്പാ ദൈവം അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ സ്തോത്രം.